മിസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എൻ്റെ പേര് സംന എന്നാണ്. ഞാനാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ കോർഡിനേറ്റർ. ആദ്യം തന്നെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം നമുക്ക്. അപ്പോൾ പ്രയറിനായി റോസ്മേരിയെ ക്ഷണിക്കുന്നു. Good morning, Miss. Good morning, friends. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിന്മനോജ്ഞരൂപമെൻ്റെ മുന്നിലെങ്ങും കാണണം. നിന്മനോജ്ഞരൂപമെൻ്റെ മുന്നിലെന്നും കാണണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ചെയ്യുവാനായി ബിൻഷയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, friends. I am Binsha. I am here to sign in today's class. I heartily welcome Jisha Miss for our class and my dear friends. Welcome. ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ പറയുന്നത് ബിസ്മയാണ്. ബിസ്മയെ ക്ഷണിക്കുന്നു. You cannot change your future, but you can change your habits. And surely your habits will change your life. നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റും. APJ അബ്ദുൽ കലാം. മിസ്സേ, നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. Thank you so much and very good morning to all of you. എല്ലാരും കുറെ പേരൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? കുറെ പേരൊക്കെ 9th വോട്ട് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? എഴുതി വെക്കുക ക്ലാസ്, അല്ലെങ്കിൽ പിന്നെ അത് ഓർക്കില്ലേ എന്താ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഓക്കെ ഫൈൻ, നമ്മൾ എവിടെയായിരുന്നു? പുതിയ ചാപ്റ്റർ തുടങ്ങാറായിരുന്നു. പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് യൂണിറ്റ് ആണോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ അതോ 6th യൂണിറ്റ്? മെന്റൽ ഹെൽത്ത് 1 and 2 കഴിഞ്ഞു. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 6, റൈറ്റ്? 3, 4, 5 എല്ലാം കഴിഞ്ഞു. ത്രീ എടുത്തിട്ടില്ല. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എടുത്തിട്ടില്ല. 4 കഴിഞ്ഞു. ഫസ്റ്റ് 5th 1 തുടങ്ങി. 7th തുടങ്ങി. 7th നടന്നുകൊണ്ടിരിക്കുന്നു. അശ്വതി മാം എടുക്കണം. നിങ്ങൾക്ക് വേറെ ടീച്ചേഴ്സ് ആരൊക്കെ? അശ്വതി മാം, ഞാനും, പിന്നെ വേറെ ആരാളെ? അപർണ. മിസ് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നേ? Common childhood disease. Okay, fine.
സോ എനിവേ ഞാൻ 6th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ മിസ്സിനോടൊന്ന് ചോദിച്ചിട്ട് 3rd ആരും എടുക്കുന്നില്ലെങ്കിൽ ഞാനായിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതൊക്കെയായിരുന്നു നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ കഴിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മളെ എനർജറ്റിക് ആയിട്ട് വെക്കുന്നത് അതെല്ലാം. 3rd ചാപ്റ്ററിൽ നിങ്ങൾ അതാണ് പഠിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് ഫുഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഏതൊക്കെയാണത്? എനർജി ഗിവിങ്, പിന്നെ ഞാൻ CBSE കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ചാപ്റ്റർ ഉണ്ട് ഇതിനെ കുറിച്ച്. അപ്പൊ അതിലൊരു ഓർമ്മയില്ല പറഞ്ഞത്. എനർജി ഗിവിങ് ഫുഡ്, പിന്നെ ന്യൂട്രീഷൻ ബേസ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓർക്കുന്നില്ല മിസ്. സെറ്റിംഗ്സിൽ എന്തോ സംഭവിച്ചു, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഓക്കെ. നമുക്ക് എനർജി ഗിവിങ് ഫുഡ്, മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്ക് എനർജി വേണം. അതായത് ഇപ്പൊ വഴിയിൽ നിന്ന് ഒരാള് ജോലി എടുക്കുക, കണ്ടിന്യൂസ് ഫുൾ ഡേ ലേബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആളുകളും, അവര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ എന്താ പറയാ, സാലഡ്സ് ഒന്നും അല്ല കൊടുക്കേണ്ടത്. ശരിക്കും ഫുള്ളി റിച്ച് കലോറി ഉള്ള ഫുഡ് തന്നെ കൊടുക്കണം. കാരണം അവർക്ക് എനർജി വേണം. സോ നമ്മൾ മെയിൻ മീൽസ്, മെയിൻ കോഴ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് അല്ലെ. പണ്ടത്തെ കാലങ്ങളിലൊക്കെ കപ്പയും കഞ്ഞിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കഴിക്കുമായിരുന്നു അല്ലെ. നിറയെ പുഴുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ കഴിക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ എനർജി ഗിവിങ് ഫുഡ് അതാണ്. പിന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ്, നമുക്ക് ഭക്ഷണത്തിലൂടെ ചില ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതായത് എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ? ഡിസീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫുഡ്. പിന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ്, നമ്മുടെ മസിൽസ് എല്ലാം സ്ട്രോങ് ആവാനായിട്ട്. നമ്മളത് ചെറിയ അളവിലാണ് കഴിക്കുന്നത്. പക്ഷെ ബോഡി ബിൽഡേഴ്സ് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അവരതിനനുസരിച്ച് ജയസൂര്യ ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ദിവസം 7 മുട്ടയുടെ വെള്ള കഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയറ്റൊക്കെ വെച്ചിട്ട്, ഒരു ട്രെയിനറെയൊക്കെ വെച്ചിട്ട് ബോഡി ബിൽഡിങ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് അവര് അതിനനുസരിച്ചുള്ള ഭക്ഷണം, ഇപ്പൊ സ്പോർട്സിലൊക്കെ ഉള്ളവർ അവർ കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. അവരുടെ ഒരു ട്രെയിനറൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്കത് അത്ര അത്യാവശ്യമില്ല. പക്ഷെ നമ്മളുടെ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആവണം. അതിനനുസരിച്ച് നമ്മളും ഇതുപോലെ പ്രോട്ടീൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എടുക്കാറുണ്ട് അല്ലെ. പ്രോട്ടീൻ കൂടുതലുള്ളത്, ലൈക്ക് എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ എഗ്ഗ് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പൾസസ്, സെറൈൽസ്, അങ്ങനെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് പയറുവർഗ്ഗങ്ങൾ എല്ലാം നമ്മൾ കഴിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ 3rd യൂണിറ്റ് ഞാൻ എടുക്കുകയും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. കാരണം നമ്മൾക്ക് തന്നതിലും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ CBSE കുട്ടികളുടെ ആ ഒരു ടെക്സ്റ്റിലുണ്ട്, വളരെയധികം കണ്ടന്റ് ഉണ്ട് ആ ഒരു ടെക്സ്റ്റിൽ. ഓക്കെ, സോ ബിഫോർ കമ്മിങ് ടു മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമ്മളെല്ലാവരും കുറെ ഒരു ബ്രേക്കിന് ശേഷം, ഇൻക്ലൂഡിങ് മീ, ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾക്കൊരു ഉപജീവന മാർഗം, ഒരു ലൈവ്ലിഹുഡ്, നമ്മൾക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് ആവശ്യമാണല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു വീട്ടിലെ പുരുഷന്മാര് മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പല പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അവർക്ക് എല്ലാ നീഡ്സും ഫുൾഫിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല. അന്ന് ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില ഇടങ്ങളിൽ വളരെ ചുരുക്കമായിരിക്കാം, പലപ്പോഴും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവർ പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ മെയിൻ ആയിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, നമ്മുടെ ഫാമിലി, നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഓർത്ത് നമ്മളൊരു ജോലി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലപ്പോഴും പല ജോബ് ഓറിയന്റഡ് കോഴ്സസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്നൊരു ജോലി കിട്ടണം ആ ഒരു ഉദ്ദേശത്തില്, അല്ലെങ്കിൽ BEd പോലുള്ള കോഴ്സുകൾക്ക് പേ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്കിത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് ചില ചലഞ്ചസ്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ടെർമിനേഷൻ സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ള കോഴ്സുകൾ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ആക്ച്വലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഞാനിത് പറയാൻ കാരണം, ഞാൻ കുറേ നാളുകളായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പവർ, അതിനെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ എന്റെ സ്കൂൾ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ വന്നു. വേറൊന്നുമല്ല,
ഏതോ ഒരു ആ ലിങ്ക് പോലും ഓപ്പൺ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, കാരണം പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. ആളെപ്പോഴും സെക്കൻഡ്, ഞാൻ ഫസ്റ്റ്, അങ്ങനെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ്. അപ്പോ പുള്ളി നല്ല പൊസിഷനിലാണ് കേട്ടോ, എന്ന് വെച്ചാൽ ബാർക്കില് എന്തോ ഹയർ പൊസിഷനിലാണ് ആള് ഇപ്പോ വർക്ക് ചെയ്യുന്നത്. മേ ബി ഒരു 15 years ആയി ആ ഒരു ഫീൽഡിൽ. അപ്പൊ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ആളുടെ വൈഫും ബി.എഡ് എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു കർണാടക അവിടെ എവിടെയാണ് അവിടുത്തെ ടീച്ചറാണ്. അപ്പൊ ആളിട്ടൊരു പോസ്റ്റാണ്. പോസ്റ്റിന്റെ താഴെ പുള്ളിയുടെ ഒരു കമന്റ് ഉണ്ട്, പഠിച്ചത് വെറുതെ ആയി എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാല് അപ്പൊ ബാക്കി വന്ന മെസ്സേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയവർ 10 ലക്ഷത്തിന് മുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആണ്. ആ ഒരു ക്യാപ്ഷൻ മാത്രം കണ്ടു, കണ്ടന്റ് ഞാൻ വായിച്ചില്ല. അപ്പൊ വേറൊരാളുടെ കമന്റ്, പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ PSCക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്കെല്ലാം ബുക്സ് എല്ലാം തുറന്നു വെച്ച് എഴുതാം, ഇൻവിജിലേറ്റേഴ്സ് ഒന്നും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ്, കഷ്ടപ്പെട്ടത് വെറുതെയായി, വെറുതെ സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. സോ ഞാൻ അതിന് അവിടെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ അവരൊരു തമാശ രൂപത്തിൽ അതങ്ങനെ പറഞ്ഞെങ്കിലും എഡ്യൂക്കേഷൻ എന്നുള്ള ടൂളിനെ ഒരു കളിയാക്കുന്ന രീതിയിലായതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഫീൽ ചെയ്തു എന്ന് തന്നെ പറയും. അപ്പൊ ഞാൻ എൻ്റെ ഈ സുഹൃത്ത് ആളെ ഞാൻ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ്. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ മാർക്സോ സർട്ടിഫിക്കറ്റോ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു യെസ് പറഞ്ഞത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇങ്ങനെ ആളുകൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജോലിക്കൊക്കെ വരുമ്പോഴേക്കും അതിനെപ്പറ്റി അത് നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആയി പോകുന്നു. ഞാൻ പറഞ്ഞു, പഠിച്ചത് ഒരിക്കലും വെറുതെ ആകില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലെങ്കിലും നമുക്കത് ഉപകാരപ്പെടും. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ നമ്മളൊരാളോട് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ഒരു പബ്ലിക്കിൽ സംസാരിക്കുന്നതിനെല്ലാം ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ കുട്ടികളോട് പെരുമാറുന്നതും പ്രായമായവരോട് പെരുമാറുന്നതും വളരെ എന്താ പറയാ, വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് പെരുമാറുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് പെരുമാറുന്നതും എല്ലാം ആ ഒരു എഡ്യൂക്കേഷന്റെ പവർ ഉണ്ടെങ്കിൽ അത് വളരെ നമ്മളായിരിക്കും മുകളിൽ നിൽക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ കാശൊക്കെ കൊടുത്ത് വാങ്ങി ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഡിഡ് യു പ്രൊമോട്ട് യുവർ ചിൽഡ്രൻ? കുട്ടികളെ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യൂ. നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരാം, ഏത് കോഴ്സിന് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. സോ ആളൊന്നും മിണ്ടിയില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ അങ്ങനെ റോങ് വേയിലേക്ക് വിടില്ല, അല്ലെ? പഠിക്കട്ടെ, പഠിച്ചു കിട്ടുന്ന അറിവ് തന്നെയാണ് പ്രധാനം. എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആള് പോളിടെക്നിക്കിന് കഴിഞ്ഞിട്ട് വേറൊന്നും പഠിക്കാനൊന്നും പോയില്ല, പക്ഷെ നല്ല ജോലി കിട്ടി. ഇന്റലിലാണ് ജോലി കിട്ടിയത്, ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിട്ട്. ബാംഗ്ലൂരാണ് പോസ്റ്റിംഗ് ഒക്കെ ആയത്. കുറെ വർഷങ്ങൾ ബാംഗ്ലൂർ കഴിഞ്ഞപ്പോൾ ആളുടെ കൂടെ സെയിം പൊസിഷനിൽ ജോലി ചെയ്ത് പലരും ഓൺ സൈറ്റിൽ US പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ US പോകണം കണ്ടപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പുള്ളിയും US പോകാനുള്ളത് അപ്ലൈ ചെയ്തു. പക്ഷെ ലാസ്റ്റ് മൊമെന്റില് ആളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. റീസൺ ഇതാണ്, ക്വാളിഫിക്കേഷൻ പോരാ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണല്ലോ, ബിടെക് ആയിരുന്നെങ്കിൽ അവരെടുത്തേനെ. ആൾക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം കൂടെയുള്ളവരെല്ലാരും US പോയി. അത്ര കഴിവുള്ളവരൊന്നും ആയിരുന്നില്ല ആളെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുന്നു. പക്ഷെ അവരൊക്കെ പോയി, എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട്. ഞാൻ അതുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത്, ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലൈ ചെയ്തു, പ്രൊമോഷനോട് കൂടി അങ്ങനെ പോയി, US പോയി കഴിയുമ്പോൾ ഓരോ ദിവസവും അത് ഓർക്കാത്ത ദിവസം ഉണ്ടാവില്ല, അല്ലെ? ഞാൻ ഇങ്ങനെ ഫ്രോഡ് കാണിച്ചാണ് ഈ പൊസിഷനിൽ എത്തിയത്. ആ ചെയറിൽ ഇരിക്കുമ്പോഴും ഓർക്കും, സാലറി കിട്ടുമ്പോഴും ഓർക്കും. ഓരോ നിമിഷവും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്താ വേണ്ടിയെന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മളൊന്നും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷെ പിന്നെ പുള്ളി അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ മലേഷ്യക്ക് പുള്ളി കിട്ടി, പക്ഷെ US UK പോലുള്ള കൺട്രീസിൽ പോകാനായിട്ട് പറ്റില്ല, കാരണം അങ്ങനെ ക്വാളിഫിക്കേഷന്റെ പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ പലതും ഓർത്ത് പല കാര്യങ്ങളും ഇങ്ങനെ ഒരു ഫേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് എപ്പോഴെങ്കിലും നമുക്ക് അതിന്റെ ഒരു തിരിച്ചടി കിട്ടും. നമ്മളെ ഫോളോ ചെയ്താണ് നമ്മുടെ കുട്ടികൾ വരുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും നമ്മളെ ഫോളോ ചെയ്ത് തന്നെയല്ലേ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഫേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ റോങ് മെസ്സേജ് ആയിപ്പോകും. ലൈഫ് തന്നെ ഒരു റോങ് മെസ്സേജ് പോലെ ആയിപ്പോകും. സോ അപ്പൊ അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. നമ്മൾ ഇവിടെ പല കാര്യങ്ങളും അറിയുന്നത്
നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും നമ്മുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യാനും നമ്മുടെ നിയർ വൺസിന്റെ അടുത്ത് അപ്ലൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. നേരത്തെ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ അത് ജസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു. നമ്മൾ കുറെ ആളുകളെ മീറ്റ് ചെയ്തു, ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കും ഒരു അവയർനെസ് കിട്ടി. നമ്മൾ അങ്ങനെ കൂടുതൽ കൂടുതൽ വൈഡ് ആവുകയാണ്. അതിപ്പോ നമുക്ക് കിട്ടിയ അറിവുകൾ അത് വൈഡ് ആവുകയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വൈഡ്. അത് വൈഡ് ആയിരിക്കണം. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ്, ഒരു സിലബസിനുള്ളിൽ മാത്രം കോൺസെൻട്രേറ്റ് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവരുത് എഡ്യൂക്കേഷൻ. അത് വൈഡ് ആവണം, എന്നാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ ഫൈൻ. സോ ദെൻ ബാക്ക് ടു യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, സോ നമുക്ക് കുറച്ച് കറക്ഷൻസ് അതിലുണ്ട്. അപ്പൊ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വായിക്കാൻ തുടങ്ങുന്ന പാരഗ്രാഫിലെ കറക്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം. അയ്യോ, കരയുവാണോ? വിശന്നിട്ടാണോ? എന്ത് പറ്റി സൗമ്യ? നീ കരയുന്നുണ്ടല്ലോ, ഉറക്കത്തിന് എണീറ്റാണ്. പെട്ടെന്ന് മ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ കൺസെപ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലെ. അപ്പൊ അവിടെ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നുള്ളതാണ്. ആ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കറക്റ്റ് ചെയ്ത് ഹൈജീൻ ആക്കുക. കാരണം നമ്മുടെ മെയിൻ ഹെഡിങ് ആണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഹൈജീനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിന് മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്ന് പറയുന്നത് സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹൈജീൻ തന്നെയാണ് വരേണ്ടത്. കാരണം അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ തന്നെ ആ ഒരു പാരഗ്രാഫിൽ തന്നെ 4ാമത്തെ ലൈനിൽ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽത്ത് അല്ല, ഇൽനെസ് എന്നാക്കുക. ഇൽനെസ് എന്നുള്ള വേർഡ് 2ാമത്തെ ലൈനിൽ കിടക്കുന്നുണ്ട്. 4ാമത്തെ സെന്റൻസില് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് മെന്റൽ ഇൽനെസ് എന്നാക്കുക. ഓക്കെ സർ. സോ ബിഫോർ കമ്മിങ് ടു ദാറ്റ് പാരഗ്രാഫ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, കാരണം നിങ്ങളുടെ ഈ ഒരു PDF-ലുള്ളതല്ല. മെന്റൽ ഹെൽത്ത് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് കുറെ നമ്മൾ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ വൈകാരികം, സൈക്കോളജിക്കൽ മാനസികം ആൻഡ് സോഷ്യൽ സാമൂഹികം ആയിട്ടുള്ള വെൽബീയിങ് ആണ്. ആ ഒരു സുഖം, നമ്മുടെ മാനസികവും വൈകാരികവും സാമൂഹികവുപരമായിട്ടുള്ള ഒരു ക്ഷേമം, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ 3 ഏരിയയാണ്. മാം, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് വൺസ്? ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയാമോ? Yeah, sure. Mental health includes our emotional, psychological and social well-being. നല്ല സ്പീഡുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, എനിക്ക് സ്പീഡ് കുറവാ, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തേനെ. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ്സ് അവർ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. വൈകാരികം, മാനസികം, സാമൂഹികം ആയിട്ടുള്ള ഈ എല്ലാ ഏരിയയിലും നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വി ആർ ഹാപ്പി. നമുക്ക് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുവാണെങ്കിൽ അതിന് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മൈൻഡ് കൺട്രോൾ എന്നൊരു കാര്യം ഉണ്ടല്ലോ. ദേഷ്യം, സങ്കടം ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയാളോടൊന്നും പ്രവർത്തിക്കാതിരിക്കുക, പറയാതിരിക്കുക. ദാറ്റ് മീൻസ് അത് നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് തന്നെയാണ്, മാനസികമായ ആ ഒരു വെൽബീയിങ് ആണ്. ആൻഡ് സോഷ്യൽ, ആളുകളോട് നമ്മൾ ഇടപഴകുന്നത്, നമ്മുടെ മുന്നിൽ വരുന്ന അയാൾ എങ്ങനെയോ അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ചില വ്യക്തികളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്ക് ഇടപെടാൻ പറ്റില്ല ചില വ്യക്തികളുടെ കാര്യത്തിൽ. ചിലരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കേൾക്കും, നമ്മളെ ഫോളോ ചെയ്യും. യെസ്, നീ പറഞ്ഞത് കറക്റ്റ്. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ്സ് ഇമോഷണൽ, സൈക്കോളജിക്കൽ. സനില ടൈപ്പ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ, നിങ്ങൾ നോക്കിക്കോളൂ. സനില അത് പിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ പിൻ ചെയ്തേക്കാം, അപ്പൊ അതവിടെ കിടന്നോളൂ. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ
നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്ത അല്ലെ, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ചിന്തകൾ, നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങളെ എടുക്കുന്നത്, നമ്മളുടെ ആ ഫീലിങ്സ്, അതിനുശേഷം നമ്മളുടെ പ്രവൃത്തികൾ, ആക്ഷൻസ്, ഇതെല്ലാം മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് അഫക്ട്സ് ഹൗ വി തിങ്ക്, ഫീൽ ആൻഡ് ആക്ട്. മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു നമ്മളുടെ തിങ്കിങ്, ദ വേ ഓഫ് തിങ്കിങ്, നമ്മൾ ചിന്തിക്കുന്നത്, ദ വേ ഓഫ് ഫീലിംഗ്, ഫീൽ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. ഒരാള് നമ്മളെ കളിയാക്കി, നമുക്ക് ആ കളിയാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്കൊരു വിഷമം വന്നു, ദേഷ്യം വന്നു, പക്ഷെ നമ്മൾ അതിനെ വളരെ കൂളായിട്ട് അയാൾ അങ്ങനെയാ, അയാൾ അങ്ങനെ പറയുള്ളൂ, ആ ഒരു നമ്മൾ അതിനെ കൂളായിട്ട് എടുത്തു. സോ നമ്മുടെ ഫീലിംഗ്, അതുപോലെ തന്നെ ആക്ഷൻസ്, കളിയാക്കുന്ന ആളെ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുന്നു, നമ്മുടെ പ്രവൃത്തി വരുവാണല്ലേ, ഒരു ബൂമറാങ് പോലെ മിക്കവാറും അതൊക്കെ നമുക്ക് തിരിച്ചു തന്നെ കിട്ടും. അപ്പോൾ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതും മെന്റൽ ഹെൽത്ത്. അയാൾ നല്ല രീതിയിലാണ് ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തത്, സോൾവ് ചെയ്തത് എന്ന് നമ്മൾ പറയില്ലേ, ദാറ്റ് മീൻസ് അയാളുടെ മെന്റൽ ഹെൽത്ത് വളരെ നല്ല ലെവലിലാണ്, ഒട്ടും താഴേക്കല്ല പോയിരിക്കുന്നത്, ഹൈ ലെവലിൽ തന്നെയാണ്. നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഹെൽത്തി ചോയ്സസ് എടുക്കുന്നു. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാനായിട്ട് അല്ലെ, പ്രത്യേകിച്ചും ബന്ധങ്ങളുടെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. നമ്മുടെ മക്കൾക്ക്, നമ്മളെ ചെറിയ മക്കൾക്ക് വരുന്നുണ്ടാകുന്ന ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ ഹെൽത്തി ചോയ്സസിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരും. അവിടെ നമ്മളെ പോലുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അഡൾട്ടിന്റെ സഹായമായിരിക്കും അവർ ചോദിക്കുക. അവരെപ്പോഴും ഒരു മുതിർന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവാൻ ഇഷ്ടമാണ് അവർക്ക്. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുമ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. പലപ്പോഴും ഈ അഡൾട്ട് ഒന്നുമില്ലെങ്കിൽ അവരുടെ ചേച്ചി, ചേട്ടൻ, കസിൻസ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്കിൾ, ആന്റി, അങ്ങനെ അവർക്ക് കൂടുതലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു പേഴ്സണെ ആയിരിക്കാം കുട്ടികൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കാനായിട്ട് ചിലപ്പം അവരുടെ ടീച്ചർ ആയിരിക്കാം. ടീച്ചേഴ്സിന്റെ റോള് ഭയങ്കര കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ ഈ ഒരു ആക്സെപ്റ്റബിൾ അഡൾട്ട് എന്ന് പറയുന്നത് ഒരു റോങ് പേഴ്സൺ ആണെങ്കിൽ കുട്ടിക്ക് റോങ് വേയിലുള്ള ഇൻഫർമേഷൻസും മെസ്സേജും മാത്രമേ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഫാമിലിയും ശ്രദ്ധിക്കണം, സ്കൂളിലും ശ്രദ്ധിക്കണം. ആ ഒരു കുട്ടിക്ക് ഫാമിലിയിലുള്ള എൻവയോൺമെന്റ് അതേപോലെ ആയിരിക്കണം. ആ ഒരു സ്പേസ് കുട്ടിക്ക് കിട്ടണം, അമ്മോട് തുറന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അഡൾട്ട് ആയിട്ടുള്ള ആരോടും തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് വരും, അവർ ഹെൽത്തി ചോയ്സസ് എടുക്കാതെ വരും. നമ്മളെ സംബന്ധിച്ചും നമുക്ക് റിലേഷൻഷിപ്പ്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പല ഏരിയയിൽ റിലേഷൻഷിപ്സ് ഉണ്ടാകും. വീട്ടില്, നൈബർഹുഡ്, ഫ്രണ്ട്സ്, പഠിക്കുന്ന ഇടങ്ങളില്, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അവിടെ ഹെൽത്തി ആയിട്ട് ആ ഒരു ചോയ്സ്, ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു പോസിറ്റീവ്. അത് പലപ്പോഴും ടോക്സിക് ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ്, ടോക്സിക് ബന്ധങ്ങൾ ചിലപ്പോൾ കാണും. ചില സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും അവരെ, പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും അവരോട് മിണ്ടിക്കൊണ്ടിരിക്കണം, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം, അവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം അല്ലെ, അവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അവര് നമ്മളോട് വഴക്കുണ്ടാക്കും, എല്ലാ സമയത്തും വഴക്കുണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആകെ സ്ട്രെസ്സാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവന് വിഷമാവും, അല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. ചിലപ്പോ നമ്മൾ പലപ്പോഴും വൈറ്റ് ലൈസ്, നുണകൾ പറയേണ്ടതായിട്ട് വരും പലപ്പോഴും. അതായത് ആളൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു, നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലായി ആൾക്ക് ഒട്ടും ചേരുന്നില്ല, ഡ്രസ്സും കളറും ഒന്നും ചേരുന്നില്ല. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചോദിക്കുമ്പോൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, നിനക്ക് ചേരുന്നില്ല, നിനക്ക് വേറെയാണ് ചേരുന്നത്, നമുക്ക് അങ്ങനെയുള്ളത് വാങ്ങാം എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സുഹൃത്താണെങ്കിൽ നമ്മൾ നുണ പറഞ്ഞു പോകും അല്ലെ. അവരെ പ്ലീസ് ചെയ്യാനായിട്ട് നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും അതൊക്കെ ഇറങ്ങി വരുന്നത് തന്നെയാണ് നല്ലത്.
കാരണം നമ്മൾക്ക് നമ്മളാകാൻ പറ്റില്ല അങ്ങനെയുള്ള ഇടങ്ങളിൽ. നമ്മൾക്ക് നമ്മളായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾക്കൊരു സമാധാനം കിട്ടുന്നത്, അല്ലെ? അല്ലാതാകുന്ന ഓരോ നിമിഷവും നമ്മൾ സ്ട്രെസ്സിലായിരിക്കും. നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ലോ ആവും. നമുക്കൊരു സമാധാനം കിട്ടില്ല, ഇതിന് ഉറങ്ങാൻ പോലും പറ്റില്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും ഇമ്പോർട്ടന്റ് ആണ്. എവറി സ്റ്റേജ്. അത് കുട്ടിയായാലും ശരി, കൗമാരപ്രായത്തിലുള്ളതാണെങ്കിലും ശരി, യുവതി ആയാലും ശരി, വാർദ്ധക്യം പ്രായമായാലും ശരി, ഏതൊരു സമയത്തും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും പറയില്ലേ, എന്റെ മനസ്സ് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ മനസ്സൊരു സുഖമില്ല എന്നൊക്കെ നമ്മളൊരു പറയും. മനസ്സ് ആക്ച്വലി എവിടെയാണ്? നമ്മൾ കണ്ടുപിടിച്ചോ മനസ്സ് എവിടെയാണ്? നമ്മുടെ ബ്രെയിൻ ആണ് മാം, ആണ്. തലയിലാണ്. ബ്രെയിനാണ് നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴാണ് മനസ്സിനെ ബാധിക്കുന്നത്. എന്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ലൈക്ക് ഇങ്ങനെ നമ്മൾ പറയില്ലേ, എന്തോ ഒന്ന് പോലെ. അപ്പൊ നമ്മൾ പറയും ഇവിടെ എന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലെ. ചിലർ തലവേദന എടുക്കും, ചിലര് പറയും ബോഡിയുടെ എവിടേക്കോ പെയിൻ. അത് മനസ്സ് എവിടെയായിരിക്കും? മനസ്സിന് സുഖമില്ലാതാവുമ്പോഴാണ് ഈ പെയിൻ ഒക്കെ വരുന്നത്, ഓടി വരുന്നത്. തലവേദന, ഇവിടെ ഒരു വോമിറ്റ് ചെയ്യാൻ വരുന്നു, ഇവിടെ എന്തൊക്കെയോ കയറ്റി വെച്ചതുപോലെ, തലയിൽ ആരോ എന്തോ മുകളിലെന്തോ ഇരിക്കണ പോലെ, ജോയിന്റ്സ് എവിടേക്കൊക്കെ പെയിൻ എടുക്കുന്നു. നമുക്ക് യാതൊരു ഫിസിക്കൽ ഇൽനെസ്സും ഇല്ല, ശാരീരിക അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാതെ വിത്തൗട്ട് ദാറ്റ് റീസൺ നമുക്ക് ബോഡിയുടെ അവിടെയൊക്കെ പെയിൻ വരും. ചിലര് വോമിറ്റ് ചെയ്യും, ചിലർക്ക് ലൂസ് മോഷൻ. മനസ്സെവിടെയായിരിക്കും? നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മനസ്സുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടി എനിക്ക് പറഞ്ഞു തന്നതാണ്. നമ്മുടെ ബോഡിയിലെ പലയിടങ്ങളിലാണ് മനസ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പിടിക്കും, ചിലപ്പോഴും എനിക്ക് വല്ലാണ്ട് വിഷമം വരും, അല്ലെ? ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് അല്ല, അത് രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് വല്ലാത്ത ടെൻഷൻ വരുമ്പോൾ തലവേദന എടുക്കുന്നത്. ചിലർക്ക് വോമിറ്റ് ചെയ്യും. അപ്പൊ ബോഡിയുടെ റിയാക്ഷൻ ആണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുക. അത് തലവേദനയായിട്ടോ, എവിടെയെങ്കിലും പെയിൻ ആയിട്ടോ, അല്ലെങ്കിൽ വോമിറ്റിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ടോ, ഡയറിയ ആയിട്ടോ സംഭവിക്കും. ഉറക്കക്കുറവ്, ഇൻസോംനിയ, റെസ്റ്റ്ലെസ്നെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും, ഒട്ടും അസ്വസ്ഥമായിരിക്കും, കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ ബോഡിയും മൈൻഡും സെപ്പറേറ്റ് യൂണിറ്റ്സ് അല്ല, ഇത് രണ്ടും ഒന്നാണ്. ഡിപ്രഷൻ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും, ക്ഷീണമായിരിക്കും, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരും. ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് അപ്സെറ്റ് വരും. പരീക്ഷ ടൈം ആകുമ്പോഴേക്കും നല്ല ടെൻഷനാണ്. എക്സാമിന് പോകാൻ റെഡി ആയിരിക്കുമ്പോഴായിരിക്കും ആകെ സ്റ്റൊമക്ക് അപ്സെറ്റ്. ഓടും ടോയ്ലറ്റിലേക്ക്. എത്ര തവണ ഓടും? ചിലരെ കണ്ടിട്ടില്ല അങ്ങനെ. എത്ര തവണ ഓടും? ചിലർക്ക് തലവേദന, ടെൻഷൻ വരുമ്പോഴേക്കും തലവേദന വരും, വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. സ്കൂളിൽ പോകാറാകുമ്പോ ചില കുട്ടികൾക്ക് ഭയങ്കര ആങ്സൈറ്റി പ്രോബ്ലം, അവർക്ക് വോമിറ്റിംഗ് അങ്ങ് തുടങ്ങും. സ്കൂൾ ബസ് അങ്ങ് പാസ് ചെയ്ത് കഴിയുമ്പോ വോമിറ്റിംഗ് നിൽക്കും. അതാണ് അവരുടെ മനസ്സിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് അവർ ബോഡിയിലൂടെ. നമ്മൾ കുട്ടി നുണ പറയുന്നല്ല, അല്ലെ? കുട്ടി വോമിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അപ്പം അവർക്ക് ആ ഒരു ടെൻഷൻ വരുമ്പോൾ അവരുടെ ബോഡി റിയാക്ട് ചെയ്യുവാണ്. മനസ്സിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ബോഡിയിലൂടെ അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജസ്റ്റ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും പറയാനുള്ളത്. നമ്മൾ സെക്കൻഡ് യൂണിറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈജീൻ ആയാൽ മാത്രമാണ് നമ്മൾ ഹെൽത്തിലേക്ക് എത്തൂ. നമ്മളൊരു കാര്യം, എനിക്ക് നല്ല ഹെൽത്തി ആകണം എന്നൊരു ലക്ഷ്യം നമ്മൾ വെച്ചാൽ നമ്മൾക്ക് അതിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഹൈജീൻ ആയിരിക്കുക. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ക്ലോത്തിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ സറൗണ്ടിങ്സ് ആണെങ്കിലും, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മളെ തന്നെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഹൈജീൻ തന്നെയായിരുന്നു അവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് മനസ്സിന് ആരോഗ്യം എങ്കിൽ നമ്മളുടെ മനസ്സും ഹൈജീൻ ആയിരിക്കണം. അവിടെ ചപ്പ് ചവറുകളോ ഒന്നും അടിച്ചു കൂട്ടിയിടരുത്, അതെല്ലാം അടിച്ച് പുറത്തേക്ക് കളയണം. ലൈക്ക് വേസ്റ്റ് ബിന്നാക്കി വെക്കരുത്. അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അങ്ങനെ കംപ്ലീറ്റ് ഉള്ളിനകത്താക്കി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവർ എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, ഒക്കെ വരുന്നൊരു തോട്ട്സ് ആണ്, അല്ലെ? നമ്മൾ പതുക്കെ അതിൽ നിന്ന് റിലീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും. ഈ ഒരു സംഭവം ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചി നേഴ്സാണ്. ഞങ്ങൾ 1.5 വയസ്സിന്റെ ഡിഫറൻസ്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ്
അവര് ചേച്ചിയുടെ കുട്ടികളെ നോക്കിയിട്ടുണ്ട്, എന്റെ മക്കളെ നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ വീട്ടിൽ വരുമ്പോ ഓടി വരും, അങ്ങനെ. അപ്പൊ ആള് നല്ല പ്രായമായി, ഹാർട്ടിന് പ്രോബ്ലമായി. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, ഓപ്പൺ ഹാർട്ട് സർജറി, അതും ചെയ്യാൻ പറ്റാത്ത ഒരു ഏജ്. അങ്ങനെ വന്ന് റെസ്റ്റ് ആണ്, ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ് റെസ്റ്റ്. നമ്മൾ കാണാൻ പോയപ്പോ നമ്മൾ ആൾക്ക് ക്യാഷ് കൊടുത്തു. നല്ല എമൗണ്ട് തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും കൊടുത്തു. പക്ഷെ ആള് മറ്റുള്ളവരോട് പറഞ്ഞത് ഞങ്ങൾ കൊടുത്തതിനേക്കാളും ഒരു 1/3 കുറച്ചാ പറഞ്ഞത്, ലോ എമൗണ്ടാ പറഞ്ഞത്. കേട്ടവർ പറഞ്ഞു ഇത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടും ഇത്രേ കൊടുത്തുള്ളൂ, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ടോക്ക്. ഇതറിഞ്ഞപ്പോ എന്റെ ചേച്ചി, ഷോ ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ത് വിചാരിക്കാൻ, കൊടുത്ത നമ്മൾക്കും അറിയാം, വാങ്ങി അവർക്കും അറിയാം, വൺ ഫോഴ്സ് ഇസ് ദർ, അതും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പോരെ, ഇതിൽ കൂടുതൽ നമ്മൾ ആരോടാ പറയുന്നത്? എന്നാലും ആൾക്കാർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, അതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. ആള് മരിച്ചുപോയി. ചേച്ചി ഇപ്പോഴും പറയും, ഷോ എന്നാലും ആൾക്കാര് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, ഇപ്പോഴും അതങ്ങനെ പറഞ്ഞിരിക്കും. സോ നമുക്കങ്ങനെ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച്, നമുക്കറിയാം ഇപ്പൊ ഒരാളോട് തെറ്റ് ചെയ്യുന്ന ആള് പർപ്പസ്ഫുള്ളി ചെയ്യുവാന്ന് വിചാരിച്ചു, ആ തെറ്റ് ചെയ്യുന്ന ആൾക്കും അറിയാം, അതിന് ഇരയാകുന്ന ആൾക്കും അറിയാം, പിന്നെ സംഭവം ഏതെങ്കിലും ഒരു ഫോഴ്സിനും അറിയാം. ലൈഫ് ലോങ് തെറ്റ് ചെയ്ത ആൾക്ക് ആ ഒരു ഗിൽട്ടി ഫീലിംഗോട് ഉണ്ടെങ്കിൽ അതോടുകൂടെ ജീവിക്കും. എന്തെങ്കിലും ഒരു ദിവസം അയാൾക്ക് ആ ഒരു ഗിൽട്ടി ഫീലിംഗ് വരും, അല്ലെ? ഇപ്പൊ പല കേസസും കോടതിയിൽ എത്തുമ്പോൾ തെളിവില്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിട്ടുപോകുന്നുണ്ട്. ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറിയാം, യെസ് ഐ ഹാഡ് ഡൺ ദാറ്റ് മിസ്റ്റേക്ക്, ഞാനത് ചെയ്തത് തന്നെയാണ് എന്ന് അയാളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവും. അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് സത്യം ചെയ്യിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരം. നമുക്ക് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മളുടെ ഒരു മനസ്സമാധാനം എന്നുള്ളത് നമ്മൾ തന്നെ ആ ചപ്പുചവറുകളൊക്കെ നീക്കി നമ്മൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ കിട്ടിയ ഡീക്ലട്ടറിങ് മൈൻഡ് ഒരു പുതിയ വേർഡായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ മൈൻഡ് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വീടൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ മൈൻഡ് അതുപോലെ ക്ലീൻ ചെയ്യുക, ഡീക്ലട്ടർ ചെയ്യുക എന്നത്. അപ്പൊ ഞാനിപ്പോ ആ ഒരു പാത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് നല്ല സുഖമാണ്. അതെ, സനിൽ ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക്. നമുക്കൊരു പുതിയ വേർഡ് കിട്ടിയല്ലോ, ഡീക്ലട്ടർ. ഞാൻ എഴുതിയേക്കട്ടെ. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. സോ ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ, അത് നമ്മൾ മെന്റൽ ഹൈജീന്റെ കൺസെപ്റ്റ് ആണ് ആദ്യം പറയുന്നത്. അതൊന്ന് വായിച്ചോളൂ. അങ്ങനെ വായിക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം. The concept of mental hygiene. Mental hygiene is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health, as well as for the prevention and treatment of mental illness, ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with human welfare and perverts all fields of human relationship. Okay, Gladys said. Okay, mental hygiene, it's a science. That means it's a fact which deals with the process of attaining mental health and averting mental illness. നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് അറ്റൈൻ കിട്ടാനുള്ള, അത് നമുക്ക് ലഭ്യമാകാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്, മിസ് ഞാൻ തെറ്റായി, ഓക്കെ റോസ്മേരി, നോ പ്രോബ്ലം. അതുപോലെ മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യുകയും അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനെ ഇല്ലാതാക്കുകയും, നമ്മുടെ മനസ്സിന് എന്തെങ്കിലും രോഗാവസ്ഥ പോലുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു
സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. ആ ഒരു മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഡീല് ചെയ്യുകയും മെന്റൽ ഇൽനെസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് മെന്റൽ ഹൈജീൻ. ഇപ്പൊ നമുക്ക് മെന്റൽ ഹെൽത്തിന്റെ പ്രൊമോഷൻ അത് നമുക്ക് വേണം. ഇന്ന് 1-2 ദിവസം നമുക്ക് മെന്റൽ ഹെൽത്ത് പോരാ, നമുക്ക് അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നമ്മുടെ മെന്റൽ ഹെൽത്ത്. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യണം. അഥവാ ഡിപ്രഷൻ വന്നു, അത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആയി, എനിക്കതിന് ട്രീറ്റ്മെന്റ് വേണം. സോ ആ ഒരു ട്രീറ്റ്മെന്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാമാണ്, അതിനുള്ള പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് അതെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് പോവുക, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, പൊരുത്തപ്പെട്ടു പോവുക, ഒരു വെൽ ബാലൻസ്ഡ് നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അതിന്റെ ഡെവലപ്മെന്റ് നടക്കണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതാണ് ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേ ഓഫ് ലൈഫ്, അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറുമായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആകും. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ 2 ഓതേഴ്സ് ആണ്. അവർ കുറെ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ ഒരു ഡെഫിനിഷൻ മെന്റൽ ഹൈജീനിന് അവരുടെ ഡെഫിനിഷൻ പറഞ്ഞതാണ്, അതൊരു സയൻസ് ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. ആളുകളുടെ ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേരുന്നൊരു അവസ്ഥ, വെൽഫെയർ അല്ലെ. ആളുകളുടെ വെൽഫെയറിനെ ഡീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കൊരു വ്യക്തിയാണെങ്കിലും നമ്മളെ കണക്ട് ചെയ്യുന്ന പല ബന്ധങ്ങളും ഉണ്ടല്ലേ. അപ്പൊ അതിലേക്കെല്ലാം അത് സ്പ്രെഡ് ചെയ്തു പോകും. നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം എന്നുള്ള രീതിയിലുള്ളതല്ല. നമ്മൾക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാം. നമ്മുടെ നൈബർഹുഡിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ പഠിക്കുവാണെങ്കിൽ, ജോലിക്ക് പോവുകയാണെങ്കിൽ, ആ ഒരു സൊസൈറ്റിയിലെല്ലാം എല്ലാവർക്കും ആ ഒരു മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. പെർ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് മാത്രം നോക്കി ഹാപ്പി ആയിട്ട് നടക്കുന്നു. എന്റെ മക്കൾ അവരൊക്കെ ആണോ എന്ന് ഞാൻ നോക്കണം. എന്റെ ലൈഫ് പാർട്ട്ണർ ഓക്കെ ആണോ നോക്കണം. എന്റെ പാരന്റ്സ്, 2 സൈഡിലുള്ള പാരന്റ്സ് അവരൊക്കെ ആണോ നോക്കണം. അവരിപ്പോ വേറൊരു ഫാമിലിയിലാണ്, വേറൊരു വീട്ടിലാണ്, വേറെ സ്ഥലത്താണെങ്കിൽ അവിടെയും അവർ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. നമ്മുടെ കൂടെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും ഞാൻ കടന്നു പോകുന്ന ഓരോ ക്ലാസ്സിലുള്ളവരും അവരൊക്കെ ആണോ എന്നുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്നിടങ്ങളിൽ എന്റെ കൊളീഗ്സ്, അങ്ങനെ എല്ലാവരും എല്ലാ ഏരിയയിലും വരുന്ന, ഞാൻ ദിവസവും കണ്ടുമുട്ടുന്ന, സംസാരിക്കുന്ന, ഞാൻ കാണുന്ന നൈബർഹുഡിലുള്ളവര് അവരെല്ലാം അപ്പൊ എല്ലാത്തിലേക്കും നമ്മൾക്ക് ഏതൊക്കെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടോ ആ ഫീൽഡിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്തിരിക്കണം എന്നാണ് ക്രോ ആൻഡ് ക്രോ പറയുന്നത്. അപ്പൊ മെന്റൽ ഹെൽത്തിന് ക്രോ ആൻഡ് ക്രോ മുഴുവൻ പേര് ലെസ്റ്റർ ഡി ക്രോ. 2 പേരാണ്, ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലീസ് വി ക്രോ. ഒരു ഓതേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അവർ ധാരാളം ബുക്സ് എഴുതിയിട്ടുണ്ട്. അവരുടെ ഒരു ഡെഫിനേഷൻ ആണ് മെന്റൽ ഹൈജീൻ ഒരു സയൻസ്. നിങ്ങൾ ക്രോ ആൻഡ് ക്രോ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവരുടെ ഫുൾ പേര് വരും കേട്ടോ. മെന്റൽ ഹൈജീൻ ഒരു സയൻസ് ആണ്, അത് ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നു. അത് മാത്രല്ല, അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മെന്റൽ ഹൈജീന് കൊടുത്തൊരു ഡെഫിനിഷൻ. അതുപോലെ തന്നെ അവർ മെന്റൽ ഹെൽത്തിനും ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇല്ല, അതില് ഞാൻ ഒന്ന് പറയാം. അതൊരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് അല്ലെ. അതൊരു അവസ്ഥയാണ്, സ്റ്റേറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. സെയിം തന്നെ ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യന്റെ ക്ഷേമം, അതിനെ ഡീല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് അഡോപ്റ്റ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. അത് എല്ലാ ഫീൽഡിൽ നിൽക്കണം. എന്റെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അവർക്ക് ചെയ്യാനുള്ള വർക്കുകളിലെല്ലാം അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ എം വെരി ഹാപ്പി. അവര് ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ട്, വെരി ഹാപ്പി. അവർക്ക് അസുഖങ്ങളൊന്നും വന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, വെരി ഹാപ്പി. എന്റെ പാരന്റ്സ് അല്ലെങ്കിൽ ഇൻലോസ്, ഹൂവർ ഇറ്റ് ഈസ്, ലൈഫ് പാർട്ട്ണർ, എന്റെ ഫ്രണ്ട്സ്, they all are very happy. and അവരുടെ ആരോഗ്യം. നിങ്ങൾക്ക് അശ്വതി മിസ് ക്ലാസ് എടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. മിസ് കഴിഞ്ഞ ഒരു 2 വീക്സോളമായി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കഫക്കെട്ടും ശ്വാസം മുട്ടുമായിട്ട്. നമുക്കത് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം.
ദാറ്റ് മീൻസ് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിച്ചു അല്ലെ. അപ്പൊ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്സിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അവരുടെ ഫീലിങ്സും എല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് അവർ മെന്റൽ ഹെൽത്ത്. ഒരാൾക്ക് നമ്മൾക്ക് അറിയാവുന്ന ഒരാൾക്ക് വയ്യാന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. സോ ദാറ്റ് മീൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനാണ് അതിനെ അഫക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻസ്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ, ഹൗ വി ആക്ട്. ഇപ്പൊ അശ്വതി മിസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി, ഹെൽത്ത് ഒക്കെ ഓക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം, സന്തോഷം അല്ലെ. മിസ്സിനെ കണ്ടുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് സന്തോഷമാവും. സോ ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാ ഹ്യൂമൻ റിലേഷൻസിൽ നിന്നും ഉള്ളതെല്ലാം കൂടെ നമ്മൾ എടുക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമുക്കിപ്പോ നമുക്ക് അറിയില്ലാത്ത ഒരു വ്യക്തി ആണെങ്കിൽ കൂടിയും, ഇപ്പോ ഡൽഹിയിൽ നിർഭയ കേസ് നടന്ന സമയത്ത് ആ കുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല, അതിന്റെ ഫാമിലിയെ നമ്മൾ അറിയില്ല, നമ്മൾക്ക് ആകെ ഒരു വിഷമമായിരുന്നില്ല, ഭയങ്കര ഒരു ഭാരമായിരുന്നു. അപ്പൊ ആലോചിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഭാരം വരുന്നുണ്ട്. അപ്പൊ അതാണ് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾക്ക് ചില കാര്യങ്ങൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു, ചിലരൊക്കെ വല്ലാതെ ഫീൽ ചെയ്യും, മാനേജ് ചെയ്യാൻ പറ്റാതെ അവർ കരഞ്ഞു പോകും. ചിലർക്ക് ഈവൻ എന്തിനാ ചില മൂവീസ് കാണുമ്പോൾ അത് മൂവിയാണ്, റിയൽ അല്ല, അതെല്ലാം നമ്മുടെ ബ്രെയിനും അറിയാം, നമുക്കും അറിയാം, നമ്മുടെ മനസ്സിനും ഒക്കെ അറിയാം, ബട്ട് നമ്മൾ കരഞ്ഞു പോകും അല്ലെ. നമ്മളെ എവിടെയൊക്കെയോ കൊളുത്തി വിളിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. ചില മൂവീസ് കാണുമ്പോൾ കരച്ചിലല്ല, ഒരു ഹെവിനെസ്സാ, കുറേ ദിവസം കഴിഞ്ഞാലും അതിങ്ങനെ ഉണ്ടാവും. ഇല്ല വീഴ പുഞ്ചിറ കണ്ടപ്പോ എനിക്ക് അങ്ങനെ കേട്ടോ, ഭയങ്കര ഹെവിനെസ് ആയിരുന്നു. ഇപ്പോഴാലോചിക്കുമ്പോ അത് വീണ്ടും എനിക്ക് തിരിച്ചു വരും. ഞാൻ ഒരു 10 ദിവസം ആ ഒരു ഹെവിനെസ്സുമായിട്ട് ഞാൻ ജീവിച്ചു ആ മൂവി കണ്ടിട്ട്. എനിക്ക് അത്രയ്ക്ക് വിഷമം വന്ന ഒരു മൂവിയാണ്. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല അത് കാണുന്നത്. അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങൾ ആരെയും കണ്ടോന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്ത് ഞാൻ പോയതാണ്. പക്ഷെ ഒറ്റയ്ക്കാണ് പോയത്. ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടി ഒരു ആശ്വാസം എങ്കിലും ഉണ്ടായേനെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കുട്ടികളെ കൊണ്ടുപോകാത്ത നന്നായിരുന്നു എനിക്ക് തോന്നി. ഭയങ്കര വിഷമം വന്നൊരു ആകാശദൂത് ചെറുപ്പത്തിൽ മീൻസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അതിങ്ങനെ കരഞ്ഞ് തീർന്നു എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് കരയാനും പറ്റുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ പറയുമ്പോ അതിങ്ങനെ കൂടി വരും. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ്. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും? വിച്ച് മൂവി? ഇലവീഴ പുഞ്ചിറ, സൗബിന്റെ കാണണ്ട കേട്ടോ. മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും എന്താ? മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന രോഗം, ഒരു രോഗാവസ്ഥ അല്ലെ. നമ്മൾ ഡിപ്രഷൻ ഉണ്ടാകുന്നു, നമുക്ക് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ആ ഡിപ്രഷൻ പോകുന്നു. ചില സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, മാനസികമായിട്ടുള്ള മൂഡ് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, സൈക്കോട്ടിക് ഡിസോർഡർ, ബൈപോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ഇതൊക്കെ മനസ്സിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളാണല്ലേ. അങ്ങനെ അത് മെന്റൽ ഇൽനെസ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരുന്നത്. എന്തെങ്കിലും ഒരു ട്രോമ, ഒരു ഷോക്കിൽ നിന്നാകാം ചിലപ്പോൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കാം, പാരമ്പര്യം, ഹെറിഡിറ്ററി, അങ്ങനെ ആളുകൾക്ക് ഉണ്ടാകാം. ബൈപോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ ഒക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. റോഷാക്ക് എന്നുള്ള മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മമ്മൂട്ടിക്ക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ് വരുന്നൊരു പ്രശ്നം. പിന്നെന്താ മൂവിയായിട്ട് കണക്ട് ചെയ്യുന്നല്ലേ കൂടുതലായിട്ട്. സൗബിന് അഭിനയിച്ച സിനിമയിൽ കുമ്പളങ്ങി നൈറ്റ്സ്, സൗബിന് ഡിപ്രഷൻ ആണ് അതിനകത്ത്. അങ്ങനെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ നോക്കും, പല പല മൂവീസിലെ ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ ഓരോന്നിനും ആളുകൾ ഓരോ ഇതിലൂടെ കടന്നു പോകുക. അപ്പൊ ഇതെല്ലാം മെന്റൽ ഇൽനെസ് ആണ്. മനസ്സിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഷോക്ക്, അവരുടെ ട്രോമ, ലൈഫിൽ എന്തെങ്കിലും നിരാശ, ഒരു ഡെസ്പെയറിൽ നിന്നൊക്കെയാണ് ഈ ഡിപ്രഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ചിലർക്ക് അത് ജനറ്റിക് ആയിരിക്കാം, പാരമ്പര്യമായിട്ട് വരാം. ചിലർക്ക് അത് പെട്ടെന്ന് ലൈഫിൽ ഏതെങ്കിലും ഒരു ഷോക്കിംഗ് ഇൻസിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിരാശയിലേക്ക് പോകും. അങ്ങനെ അവർക്ക് ഡിപ്രഷൻ ആകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ആ ഡിപ്രഷൻ എന്നുള്ളത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് വഴിമാറും. ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് വഴിമാറുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെഡിസിൻസ് എടുക്കാതെ, തെറാപ്പി ചെയ്യാതെ അത് മാറില്ല. ചില ഡിപ്രഷൻസ് നമുക്ക് ലൗഡ് വൺസിന്റെ ഒരു കെയറിങ് കൊണ്ട് നമുക്കത് മാറ്റാനായിട്ട് പറ്റും. അതിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിലുള്ള ഡിഫറൻസ്. മെന്റൽ ഇൽനെസ് അതൊരു രോഗമാണ്. ഇതുപോലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതും അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാലോ ആരെയും ഇവിടെ കാണാൻ പറ്റില്ല. ഗ്ലാഡിസിന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ സ്ക്രീനിൽ. ഞാനൊക്കെ വലുതായതുകൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്ന വലുതായതുകൊണ്ട് ഗ്ലാഡിസിനെ കാണാം. പിന്നെ നമ്മുടെ രാഖി, ടെക്നിക്കൽ സൈഡിൽ നമ്മുടെ സ്റ്റാഫ് രാഖിനെ കാണാം. ഓക്കെ, ഞാൻ പറയുവാണ്, ഈ ഗ്ലാഡിസിനെ കണ്ടോ?
എന്നിട്ട് ഡ്രസ്സ് കണ്ടു, ഒരു സെൻസും ഇല്ല, ഒരു ഇതില്ലാണ്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് വരും. ചിരിക്കുന്ന കണ്ടാ മതി. ഇങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ ദാറ്റ് മീൻസ് എന്റെ മെന്റൽ ഇൽ ഹെൽത്ത്, ഞാൻ മെന്റലി ഇൽ ഹെൽത്ത് ആണ്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അത് നമ്മൾ തന്നെ സ്വയം മാറ്റണം. ഗ്ലാഡിസ് വെരി സോറി, കാണാൻ പറ്റുന്ന ഗ്ലാഡിസ് ആയതുകൊണ്ട് കേട്ടോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മള് പറയണത് തന്നെയാണ് നമ്മുടെ മെന്റൽ ഇൽ ഹെൽത്ത് ആണ്, അയാള് മെന്റലി ഇൽ ഹെൽത്ത് ഉള്ള ആളാന്ന് നമ്മൾ പറയും. അത് അവനവൻ തന്നെ വിചാരിച്ചാലേ മാറുള്ളൂ. ഓക്കെ, മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്കൊരു സങ്കടം ഒക്കെ വരുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. ചില നഷ്ടങ്ങൾ തീരാ നഷ്ടങ്ങളാകുമ്പോൾ നമുക്കത് ലൈഫ് ലോങ് നമുക്ക് ആ വിഷമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരാളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് അല്ലെ, ലൈഫ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കതൊരു സങ്കടമാണ്, നമുക്കതൊരു വിഷമാണ്. നമ്മൾ ലൈഫ് ലോങ് ആ വിഷമത്തോടു കൂടി ജീവിക്കും. അതങ്ങനെയാണ്, അവരുടെ ഓർമ്മകളിലായിരിക്കും നമ്മൾ പിന്നെ ജീവിക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ സങ്കടം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ദുഃഖം, സങ്കടം മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അത് പിന്നെ ഡെസ്പെയറിലേക്ക് പോകും. ആദ്യം ഒരു സാഡ്നെസ് ആയിരിക്കും, പിന്നെ അത് ഗ്രീഫാകും, പിന്നെ ഡെസ്പെയറിലേക്ക് പോകും, നിരാശയിലേക്ക് പോകും. ഈ ഓരോ ഘട്ടങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവരാ നിരാശയിലൂടെ കടന്നു പോവുകയാണ്. അവർ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് എത്തും. അപ്പോഴും നമ്മൾ അത് അറിയുന്നില്ല. നമുക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ ആ ഡിപ്രഷൻ കൂടി ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ വിചാരിച്ചാലും നടക്കില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ശരിയായ രീതിയിലുള്ള ഇന്റർവെൻഷൻ നടത്തണം, മെഡിസിൻസ് കഴിക്കണം, തെറാപ്പി പോകണം, അങ്ങനെ പല പല സെഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും, കൗൺസിലിംഗ് അങ്ങനെയൊക്കെ വേണ്ടി വരും. അവിടെയും ആളെ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, ആ വ്യക്തി ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ക്ലിനിക്കൽ ഡിപ്രഷൻ കൂടി അയാൾക്ക് പിന്നെ തോട്ട്സ് ആണ്, ചിന്തകൾ. ഞാൻ എന്തിനു ജീവിക്കണം, പിന്നെ ജീവിതത്തോട് മടുപ്പാകും. ഞാൻ എന്തിനി ജീവിക്കണം, ഞാൻ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നുള്ള ചിന്ത വരും. ദാറ്റ് മീൻസ് സൂയിസൈഡൽ തോട്ട്സ് അയാളുടെ ഉള്ളിലേക്ക് കടക്കും. സൂയിസൈഡൽ തോട്ട്സ് വന്നു കഴിയുമ്പോൾ പിന്നെ അയാളെ ചെയ്യുന്നത് എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള മാർഗങ്ങൾ കണ്ടു. അപ്പൊ ആദ്യം ഒരു സാഡ്നെസ് ആയിരുന്നു, അത് സങ്കടമായിരുന്നു, ദുഃഖമായി, ഗ്രീഫായി, അത് പിന്നെ നിരാശയായി, ഡെസ്പയറിലേക്കായി, ഡെസ്പയർ കൂടി ഡിപ്രഷനായി, ഡിപ്രഷൻ കൂടി ക്ലിനിക്കൽ ഡിപ്രഷനായി, മെഡിസിൻസ് എടുക്കാത്ത അവസ്ഥ വന്ന് ആരും അറിയാതൊക്കെ പോയപ്പോഴേക്കും അത് തോട്ട്സ് ആയി, സൂയിസൈഡൽ തോട്ട്സ് ആയി, തോട്ട്സ് പിന്നെ മീൻസ് ആയി, പിന്നെ ആക്ഷൻ ആയി, പിന്നെ അത് ചെയ്തു. ചില ആളുകൾ പക്ഷെ പെട്ടെന്ന് മരിക്കും കേട്ടോ. പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയും, ഞാൻ ഇന്ന് രാവിലെയും കൂടെ കണ്ട് സംസാരിച്ചതാണ്, ചിരിച്ച് സംസാരിച്ചു, എന്താ സംഭവിച്ചു അറിയില്ല, നമുക്ക് അറിയണില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മനസ്സിലൂടെ എന്തെല്ലാമാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഞാൻ പറവൂര് വന്നിട്ട് ഏകദേശം ഒരു 15 വർഷമായിട്ടോ. ആദ്യം ടൗണില് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ടൗൺ ആക്സസ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. ഞാൻ ടൗണിന്റെ മെയിൻ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറിയ കച്ചവടക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു പെട്ടിയില് ഇങ്ങനെ പഴം വിൽക്കുന്ന ഒരാളുണ്ട്. പഴം എന്ന് വെച്ചാൽ ചെറുപഴവും ഏത്തപ്പഴവും മാത്രമേ ഉള്ളൂ. ഞാലിപ്പൂവൻ, വളയംകൂടൻ, ഏത്തപ്പഴം അത്രേ ഉള്ളൂ. വേറെ ഫ്രൂട്ട്സ് ഒന്നും അയാളുടെ കയ്യിലില്ല. ഞാൻ സ്ഥിരമായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയും, സംസാരിക്കും. അങ്ങനെ നമ്മളെ ബോറടിപ്പിക്കില്ല. അങ്ങനെ നല്ല ഒരു ജെന്റിൽ വേയിലുള്ള സംസാരം. ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ടൗണിൽ ചെന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ടൗണിൽ പോകുന്നത് കണക്കാക്കി എന്റെ പഴം തീരുമ്പോഴേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് അങ്ങനെ പഴവും വാങ്ങാനുള്ള ഉദ്ദേശിച്ചിട്ട് ടൗണിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ടൗണിലേക്ക് ചെല്ലുമ്പോൾ ആ പെട്ടി അങ്ങനെ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നു, ആളവിടെ ഇല്ല. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തപ്പോഴാണ് കണ്ടത് അവിടെ ഒരു പോസ്റ്റില് ഇങ്ങനെ ഫ്ലക്സ് വെച്ചിരിക്കുന്നു, മരിച്ചു എന്നും പറഞ്ഞിട്ട്. 52 വയസ്സോ എങ്ങാണ്ടിയുള്ള ആൾ മരിക്കുമ്പോൾ ഒരു 4 years ബാക്ക് എന്തോ ആണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഞാൻ അയാളുടെ അടുത്ത് പഴം വാങ്ങാൻ വരുമ്പോഴേ കാണുന്നത് അയാൾ മരിച്ചു എന്നുള്ള ആ ഒരു ഫ്ലെക്സ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഒരു ഒരു പേപ്പർ മാർട്ട് ഉണ്ട്, അവിടുത്തെ പയ്യനെ പരിചയമുണ്ട്. അവിടെ നിന്നാണ് എന്നെ എല്ലാം വാങ്ങുന്നത്, പെന്നും പേപ്പറും ഒക്കെ വാങ്ങുന്നത്. ഞാൻ അവിടെ ചെന്ന് ആളോട് ചോദിച്ചു, എന്താന്ന് അറിയില്ല, സൂയിസൈഡ് ചെയ്താന്ന് പറഞ്ഞു. എപ്പോഴും ഞാൻ ഞെട്ടി. കാരണം ഇത്രയും പ്ലീസിങ് ആയിട്ടുള്ള, എല്ലാവരോടും വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, നല്ല
നമുക്ക് തരുന്ന സാധനങ്ങളും നല്ലത് തന്നെയാണ്, ആ പഴങ്ങളും നല്ലതാണ്. കേടായതോ അങ്ങനെ നാശമായതോ ടേസ്റ്റ് ഇല്ലാത്തോ ഒന്നും. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പറഞ്ഞു അറിയില്ല, പിന്നെ സൂയിസൈഡ് ചെയ്തു, വീടിന്റെ പറമ്പിലുള്ള മാവിലോ പ്ലാവിലോ അങ്ങനെ ഹാങ് ചെയ്തു ആണ് അറിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് അന്വേഷിച്ചു വെക്കണേ, എന്താ സംഭവിച്ചെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു വെക്കണേന്ന് പറഞ്ഞു. കാരണം അതിന് മുന്നിലത്തെ ആഴ്ച ഞാൻ കണ്ട് സംസാരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നതായിരുന്നു. പിന്നെ ഞാൻ ചെന്ന ഈ പയ്യനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അയാൾക്ക് ക്യാൻസർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. സാമ്പത്തികമായ പ്രോബ്ലം ഒന്നുമില്ല, 2 പെൺകുട്ടികളുള്ളവരെ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചു വിട്ടു, വേറെ സ്വന്തം വീടും കുറച്ച് പറമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തപ്പോൾ, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് അറിഞ്ഞ ഉടനെ തന്നെ അറിഞ്ഞ ആ ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഹാങ് ചെയ്യുമായിരുന്നു, വീട്ടിന്റെ ആ ഒരു മരത്തിൽ ഹാങ് ചെയ്യുമായിരുന്നു. പുള്ളി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ക്യാൻസർ ഒരു പേടിയോടെയല്ലേ കാണുന്നത്, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട, ട്രീറ്റ്മെന്റിന് പോകണം, അത് ശാരീരിക ബുദ്ധിമുട്ട്, അങ്ങനെ ഓർത്ത് സൂയിസൈഡ് ചെയ്തായിരിക്കാം പാവം എന്തായാലും. എപ്പോഴും ഞാൻ ഓർക്കും, കുറേ വർഷങ്ങളോളം ആ പെട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതൊന്നും മാറ്റിയിട്ടേ ഇല്ല, പെട്ടി എങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് കാണുന്ന ആളുകള് നമ്മൾ അറിയില്ല അവരെന്താ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെന്ന്, അവരെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കൂടെ നിങ്ങൾക്കൊരു എക്സ്ട്രാ എന്ന് പറഞ്ഞു, എഡ്യൂക്കേഷൻ വൈഡ് ആയിരിക്കണം, ബ്രോഡ് ആയിരിക്കണം, അതിങ്ങനെ ചുരുങ്ങരുത്. ഇതിന്റെ കൂടെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു ടോപ്പിക് അതിന്റെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് നമ്മൾക്കറിയാം ഫസ്റ്റ് എയ്ഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ചാപ്റ്റർ എടുത്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് എയ്ഡ് എടുത്തോ? ഫസ്റ്റ് എയ്ഡ് എടുത്തോ ആരെങ്കിലും? തുടങ്ങി. നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ അല്ലെ, നമുക്കൊരു മുറിവ് വന്നാൽ, പൊള്ളിയാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മുങ്ങി എടുത്തോണ്ട് വന്ന് വെള്ളം കളയുന്ന, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് അല്ലെ. അതൊരു ഫൈനൽ മെഡിക്കൽ അസിസ്റ്റൻസ് അല്ല, ജസ്റ്റ് ആളെ ഒന്ന് നോർമൽ ആക്കാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഈ മനസ്സിന് മുറിവേറ്റാൽ നമ്മൾ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും? എങ്ങനെ നമ്മൾ ഹീൽ ചെയ്യും? നമ്മളുടെ മനസ്സാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സാണെങ്കിലും, നമ്മളുടെ മനസ്സിന് മുറിവേറ്റു, എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതെങ്ങനെ ഹീൽ ചെയ്യണമെന്നും, അത് അങ്ങനെ പ്രശ്നം പറ്റിയവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണമെന്നും, അവരെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണിത്. ഒരു ഡിഗ്രി ഏതോ ഒരു കോഴ്സിന്റെ ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. 28 പേജോളം ഉണ്ട്. അത് PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്കത് മുഴുവൻ വേണ്ടി വരില്ല, അതിന്റെ മെയിൻ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തു പോകും. യു വിൽ ബി ഹാപ്പി. അത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് സെൽഫ് ഹീലും അറിയാൻ പറ്റും, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതും നമുക്ക് പറ്റണം. അതെ, ശരീരത്തിലെ മുറിവ് മാത്രം ഹീൽ ചെയ്യാനായിട്ടുള്ള ക്യൂർ ചെയ്യാനുള്ള മെത്തേഡ്സ് മാത്രം അറിഞ്ഞാൽ പോരാ, മനസ്സിന്റെ മുറിവുകളെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ പറഞ്ഞു, മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ആ ഒരു സയൻസ് ആണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാം, മെന്റൽ ഇൽനെസ് വരാതിരിക്കാനായിട്ടുള്ള മെത്തേഡ്സ്, പ്രിവെൻഷൻ നോക്കുക, ഇനി വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അതെല്ലാം നോക്കുക. ഞാനൊരു ക്രോ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അതൊരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ വെൽഫെയറിനെയാണ്. അതുപോലെ തന്നെ അത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്തു പോകുന്നു, കണക്ട് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് അവരൊരു ഡെഫിനിഷൻ പറഞ്ഞു. അതൊരു സ്റ്റേറ്റ് ആണ്, അവസ്ഥയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അവസ്ഥ തന്നെയാണ് അല്ലേ. രോഗം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, അതുപോലെ തന്നെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അവസ്ഥ തന്നെയാണ്. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതും ഒരവസ്ഥയാണ്. ശരീരത്തിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ഒരു അവസ്ഥ, മനസ്സിന്റെ ആരോഗ്യം മനസ്സിന്റെ ഒരു അവസ്ഥ. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, അവസ്ഥയാണ്. അത് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ വെൽഫെയറിനെ തന്നെയാണ്. അത് ഉൾക്കൊള്ളുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷനിൽ നിന്നും ഉള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, എടുക്കുന്നു ഒരു മീൻ. നെക്സ്റ്റ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. നെക്സ്റ്റ് ടോപ്പിക്. അതാരാ റീഡ് ചെയ്യുക? 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ റെഡി ചെയ്യാം മാം. Yes, please. Aims and objectives of mental hygiene. The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences. Second one, care of the mental health of the individual and of the group.
Third one, the discovery and application of medical measures to cure mental ailment. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസീസസ്, അസുഖങ്ങൾ, രോഗങ്ങൾ. ഓക്കെ, മേജർ ഒബ്ജക്റ്റീവ്സ്, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് മെന്റൽ ഹൈജീന്റെ. നമുക്ക് എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അത് മനസ്സിലാക്കി, ഒരു മനുഷ്യന്റെ കാര്യമില്ലേ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ബന്ധം, റിലേഷൻഷിപ്പ്, അതുമായിട്ട് കണക്ട് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുക, ആ ഒരു മെന്റൽ ഡിസോർഡർ. അതുമൂലം നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലൈഫ് എക്സ്പീരിയൻസ്. ജീവിതത്തിൽ പലതും നടക്കും, അപ്പ് ആൻഡ് ഡൗൺസ് ആണ് നമ്മുടെ ലൈഫിലുള്ളത്, എപ്പോഴും ഹാപ്പിനെസ് അല്ല. ലൈഫിലെ എക്സ്പീരിയൻസസ് എന്ത് തന്നെയാണെങ്കിലും നമ്മളത് നല്ല രീതിയിൽ മനസ്സിലാക്കി നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു മെന്റൽ ഡിസോർഡർ വന്നാൽ അതിനെ പ്രിവെന്റ് ചെയ്ത് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റി, അത് ആ രീതിയിൽ നമുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. പലപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ടല്ലേ പല രീതിയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കൂടുതൽ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. പുരുഷന്മാർക്കുണ്ട്. സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ചസ് ബോഡിയിൽ നടക്കും, നമ്മുടെ സ്റ്റാറ്റസ് പല രീതിയിലും മാറും. മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോൾ, ഓരോ മന്തിലെ പീരീഡ്സിന്റെ സമയത്ത്, പ്രഗ്നൻസി ടൈമില്, ഡെലിവറി കഴിയുമ്പോൾ, കുട്ടിയെ ഫീഡ് ചെയ്യുന്ന ആ ടൈമില്, ഫീഡിങ് നിർത്തുമ്പോൾ, മെനപ്പോസ് ആകുമ്പോൾ, അല്ലെ, ഇങ്ങനെ എല്ലാ പല പല സമയങ്ങളിലും മൂഡ് സ്വിങ്സും ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കും ഈ ഒരു പ്രഗ്നൻസി. അത് കഴിഞ്ഞ് ഡെലിവറി ആയി കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ടാവും. എനിക്കൊന്നും അത് മനസ്സിലായിട്ടുണ്ടായില്ലായിരുന്നു. ഒരു 2 വർഷം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടോടുകൂടി ജീവിച്ചോന്നാണ് എന്റെ സംശയം. മൊത്തം കുട്ടി ഉണ്ടായപ്പോ, മോളുണ്ടായ സമയത്ത് എനിക്കൊന്നും മനസ്സിലാവണമെങ്കിൽ ദേഷ്യം എന്തൊക്കെയൊക്കെയോ ഫീലിങ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് പിടികിട്ടി സംഭവം ഇതാന്നുള്ളത് മനസ്സിലായി. നമ്മൾക്ക് മദർഹുഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതൊരു മദർത്ത്, ഒരു അമ്മയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ നമ്മളൊരു അമ്മയാകുമ്പോൾ നമുക്ക് ഒത്തിരി ചേഞ്ചസ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു, ആ നമ്മളായി തന്നെ, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെ നമ്മളായി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതാണ് ശരിക്കും ആ ഒരു സമയത്ത് വേണ്ടത്. അതിന് നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് അവർക്ക് പിടിയിട്ടില്ല. ചിലർക്ക് മനസ്സിലാവുമായിരിക്കും, അവർ സപ്പോർട്ട് ചെയ്യായിരിക്കും. നമ്മൾ ആ മദർഹുഡ് എന്നുള്ളത് അല്ല ഏറ്റവും പീക്കിലെ കാര്യം. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്ന തന്നെ, ആ ഒരു കുഞ്ഞിന്റെ അമ്മയാകുമ്പോ നമ്മൾ എന്തായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു അവസ്ഥ തന്നെ ആയിരിക്കണം. മാതൃത്വം എന്ന് പറയുന്നത് അതാണ് ശരിക്കും വേണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ അമ്മയാകുമ്പോൾ നമ്മൾ കുറെ അങ്ങ് മാറുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു, നമ്മൾ കഷ്ടപ്പെടുന്നു, അതല്ല വേണ്ട. അമ്മയായ നീ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണം എന്നല്ല. ഞാനൊക്കെ എത്ര പ്രസവിച്ചതാ ടൈപ്പ് ഓഫ് ടോക്കെല്ലാം നമ്മൾ കേൾക്കുമായിരിക്കും ആ ഒരു സമയത്ത്. പക്ഷെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകള് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ദാറ്റ് ടൈം അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ എനിക്കിങ്ങനെ ആദ്യത്തേത് മനസ്സിലായി കഴിഞ്ഞു, മോനും ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും സംഭവം മനസ്സിലായി. എന്റെ ഒരു കസിൻ, അവൾക്ക് ഇതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും അവൾ ആദ്യം വിളിച്ചത് തന്നെയാണ്, ചേച്ചി എനിക്ക് എന്തൊക്കെയൊക്കെയോ തോന്നുന്നു, ആരോടൊക്കെയോ ചീത്ത പറയാൻ തോന്നുന്നു, എനിക്ക് ആരെയും അടിക്കാൻ തോന്നുന്നു, വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. ഇതൊക്കെയായിരുന്നു അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ. അപ്പൊ അത് എനിക്കറിയാം, ചേച്ചിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവെന്ന് പറഞ്ഞിട്ട് അവള് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. നമ്മളൊന്ന് കേൾക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. ആ കുട്ടിക്ക് കൂടുതലൊന്നും പറയാൻ എനിക്ക് വന്നില്ല. അവള് തന്നെ സ്വയം കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻസ്. ഞാൻ കൂടുതലും എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ അങ്ങനെയായിട്ട് പറയാറ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ, എന്ത് ചെയ്താൽ ശരിയാകും എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഉള്ളിൽ തന്നെ സൊല്യൂഷൻസ് ഉണ്ട്, അവര് തന്നെ പറഞ്ഞു വരും. നമ്മളായിട്ട് ഇന്ന എന്ത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയാറില്ല. അങ്ങനത്തെ കേസസ് വരുവാണെങ്കിൽ മാത്രം അവരെ റെഫർ ചെയ്യും വേറെ ആർക്കെങ്കിലും. കാരണം എനിക്ക് തെറാപ്പി ഒന്നും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, മീൻസ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കേൾക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. കേട്ട് ചിലപ്പോ ചില സൊല്യൂഷൻസ് അവര് തന്നെ കണ്ടെത്തും. ഇങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവൂലേ, ശരിയാണല്ലോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവൂലേ, അവര് തന്നെ കണ്ടെത്തി ഹാപ്പി ആയിട്ട് പോകും. അതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് അതായിരുന്നു, നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ലൈഫ് എക്സ്പീരിയൻസസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് തന്നെ
ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസോർഡേഴ്സ്, മെന്റൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാനും കഴിയണം. പിന്നെ ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഹെൽത്ത് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെയും കൂടെ കെയർ, അതാണ് ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. പിന്നെ പലപ്പോഴും മെന്റൽ എയിൽമെന്റ്, മെന്റൽ ഡിസീസസ്, ഇൽനെസ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന മെഡിസിനൽ മെഷേഴ്സ്, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ. പണ്ട് കാലങ്ങളിൽ നമുക്കത് ആ ഒരു ഫീൽഡ് വളരെ ലോ ആയിരുന്നു. ആളുകൾ അങ്ങനെ പോകാനും അങ്ങനെ ഒരു ഡോക്ടറെ കണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ, എനിക്ക് ക്യൂർ വേണമെന്ന് ചിന്തിക്കുകയില്ലായിരുന്നു. ആളുകൾ എന്ത് പറയും, എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചതൊക്കെ മാറ്റിവെക്കും. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾക്കറിയാം എനിക്ക് സമാധാനം, സന്തോഷമാകാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. ചിലർ യോഗ ചെയ്യും, ചിലർ പാട്ട് കേൾക്കും, ചിലർ നടക്കാൻ പോകും, ചിലർ ഫ്രണ്ട്സിനോട് സംസാരിക്കും, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് പോകും, അങ്ങനെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾക്ക് എന്താണോ നമ്മളുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്താണ്, വി ക്യാൻ ഡു ദാറ്റ്. അത് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളെല്ലാവരും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കുക. വീട്ടിലുള്ള എല്ലാവരെയും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഫൈൻ, ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ടിനായി സൽമയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ് എടുത്തു തന്ന ജിഷ മിസ്സിനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത സമ്നയ്ക്കും, പ്രെയർ ചെയ്ത റോസ്മേരിക്കും, സൈനിങ് ചെയ്ത ബിൻഷയ്ക്കും, തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞ ബിസ്മയ്ക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് വിചാരിക്കണു, കാരണം ഒരു ബാച്ചിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് ഈ പ്രെയർ, സൈനിങ്, സൈൻ ഔട്ട്, തോട്ട് ഫോർ ദി ഡേ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടോ? സൈൻ ഔട്ട് കാരണം കോഴ്സ് നിർത്തിപ്പോയി എന്നാണ് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. ഈ ബാച്ച് അല്ല, തീരാറായ ഒരു ബാച്ചാണ്. ഞാൻ പറയുന്നത് അവർക്ക് നഷ്ടമായി ഇനിയുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്ക് 2-3 നല്ല സ്റ്റുഡൻസിനെ നമുക്ക് നഷ്ടപ്പെട്ടു, അതാണ്. പക്ഷെ എന്നാലും വി ക്യാൻ മാനേജ്. ബട്ട് അവർക്ക് നഷ്ടമായി എന്നേ ഞാൻ പറയുള്ളൂ. സൈനിങ് കാരണം കോഴ്സ് നിർത്തി പോവാന്ന് സാർ അറിഞ്ഞ എന്നോട് പറയുമായിരിക്കും, ജയദേവ് സാറ് ഈ പരിപാടി വേണ്ട, ടീച്ചറെ നിർത്തിക്കോ, നേരെ ക്ലാസ് എടുത്താൽ മതി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, അതിനനുസരിച്ച് പോവാം. പിന്നെ അത് ആരും നിർബന്ധിക്കരുത് കേട്ടോ. നിങ്ങൾ ഇന്ന് ചെയ്യണം, നിങ്ങൾ നാളെ ചെയ്യണം എന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധിക്കേണ്ട. ആ ഇഷ്ടത്തോടെ മുന്നോട്ട് വരിക പ്ലീസ്. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, എപ്പോഴും കിട്ടില്ല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.